എന്താ അല്ലേ, നിങ്ങൾ ആദ്യം ഈ വാർത്ത ഒന്ന് കേൾക്കിട്ടോ. നിങ്ങളൊരു അഭിപ്രായം എന്താണ്, ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരം എന്ന് നിങ്ങളൊന്ന് കമന്റിൽ അറിയിക്കിട്ടോ. കോഴിക്കോട് സ്വകാര്യ ബസ് ഡ്രൈവർമാരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തൽ. ലഹരി ഉപയോഗിച്ച് ബസ് ഓടിക്കുന്നവരുടെ പേടിച്ച് നിരത്തിലിറങ്ങാൻ കഴിയാത്ത അവസ്ഥയെന്ന് പറയുന്നത് മറ്റാരുമല്ല, ഒരു ബസ് ഡ്രൈവർ തന്നെയാണ്. സ്വകാര്യ ബസ് ജീവനക്കാരുടെ വാട്സാപ്പ് ഗ്രൂപ്പിലെ ശബ്ദ സന്ദേശം പുറത്തായതോടെ പോലീസും എക്സൈസും അന്വേഷണം തുടങ്ങി. ആദ്യം ആ ഓഡിയോ സന്ദേശം ഒന്ന് കേൾക്കാം. ഞാനൊരു ബസ്സിലെ ഡ്രൈവറാ. എനിക്കൊക്കെ ഇപ്പോ പേടിയാ ബസ്സിൽ പണിയെടുക്കാൻ. എന്താ വെച്ചാല് നമുക്കിപ്പോ ഒരു പച്ചയായ മനുഷ്യന് വണ്ടി ഓടിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. എന്താ വെച്ചാല് മിക്ക ഡ്രൈവർമാരും കഞ്ചാവും MDMA ആണ്. നമ്മളെ മാരത്തൊരു ഉള്ളിലൊരു പേടിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഡ്രൈവർമാരിപ്പോ ഇല്ല. ഒക്കെ ധൈര്യം വെച്ചുള്ള കളിയാ. തട്ടിയാ തട്ടട്ടെ, പൊളിഞ്ഞാ പൊളിയട്ടെ. അതിന്റെ ഇടയിൽ വരുന്ന ബൈക്കാരെ ഓട്ടോറിക്ഷക്കാരെ ശ്രദ്ധിക്കാനുള്ള സമയം ചില ഡ്രൈവർമാർക്കില്ല. അതൊരു നഗ്നമായ സത്യമാണ്. ഈ താഴെ കാണുന്ന വാർത്ത ഒരാഴ്ച മുന്നേ എന്റെ തൊട്ടടുത്ത നാട്ടിൽ നടന്ന സംഭവമാട്ടോ. ഇതൊന്ന് കേട്ടോ നിങ്ങള്. കോഴിക്കോട് പൂവാട്ടുപറമ്പ് ബസ്സും ബൈക്കും കൂട്ടിയിടിച്ച് അപകടത്തിൽ ഒരാൾ മരിച്ചു. പെരുവയൽ കായലം സ്വദേശി CK അബ്ദുൽ സലീമാണ് മരിച്ചത്. മാവൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സഫ ബസ് പെരുമണ റോഡിൽ നിന്ന് കയറിയ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ റോഡിലേക്ക് വീണ സലീമിന്റെ ശരീരത്തിൽ ബസ് കയറി ഇറങ്ങിയതാണ് മരണത്തിന് കാരണമായത്. ഈ ഒരു അപകടം നടന്ന ദിവസം ഞങ്ങളൊക്കെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഈ മെസ്സേജ് വന്നിട്ടുണ്ടോ. ഈ സംഭവം കണ്ട ദൃക്സാക്ഷി പറഞ്ഞത് ഇവര് മത്സര ഓട്ടം, രണ്ട് ബസ്സുകൾ തമ്മിലുള്ള മത്സര ഓട്ടത്തിൽ ഒന്നും അറിയാത്ത പാവപ്പെട്ട മനുഷ്യന് വേറൊരു റോഡിൽ മെയിൻ റോഡിലേക്ക് കയറുന്ന സമയത്ത് ഇടിച്ചിട്ട് നെഞ്ഞത്തൂടെ കയറ്റിന്ന് പറഞ്ഞു ആൾ അടിപ്പെട്ടുപോയി. നോക്കിങ്ങള് എങ്ങനെയാണ് നമ്മളെ റോഡിലൂടെ ഇറങ്ങി നടക്കുക. എല്ലാം തന്നെ മത്സരോട്ടം, അതിന്റെ പുറമെ ലഹരി ഉപയോഗം. എത്രയോ ഡ്രൈവർമാര് ലഹരി ഉപയോഗിക്കാൻ കഴിയാഞ്ഞിട്ട് ഈ ഫീൽഡിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ രാജിവെച്ചു പോയ ആളുകളുണ്ട്, ഒരുപാട് ആളുകളുണ്ട്. ആരോടാണ് ഈ സങ്കടം പറയാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് ഇങ്ങനെ കേസെടുത്തിട്ട് കാര്യമുണ്ടോ? ആൾ അടുത്ത ആഴ്ച ഇറങ്ങിയിട്ട് വീണ്ടും ആളെ കൊല്ലാണ്. ഇവർക്കൊന്നും സംഭവിക്കുന്നില്ലല്ലോ. തിരിച്ചെന്തെങ്കിലും ഒരു അപകടം ഇവർക്ക് സംഭവിച്ചാലല്ലേ ചെറിയ പേടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇവര് നല്ല ഉയരത്തിൽ ഇരുന്നിട്ട് ഇങ്ങനെ മറ്റുള്ള ആളുകൾ നെഞ്ഞത്ത് ഇങ്ങനെ കയറ്റി ശീലിച്ചത് കൊണ്ട് ഇവർക്ക് ഒരു അപകടം സംഭവിക്കുന്നില്ലല്ലോ. ഇവർ വണ്ടി വന്ന് കയറ്റിട്ട് മരണപ്പെടുന്നത് പാവപ്പെട്ട ഇരുചക്ര വാഹനക്കാരും ചെറിയ വാഹനങ്ങളൊക്കെ ഓടിക്കുന്ന ആളുകൾ ഇങ്ങനെ മരണപ്പെടുക. എത്ര കുടുംബങ്ങളിലെ കുടുംബനാഥന്മാര് മരണപ്പെട്ടു പോയി, എത്ര കുടുംബങ്ങൾ അനാഥരായി, എത്ര മാതാപിതാക്കൾക്ക് മക്കളെ നഷ്ടപ്പെട്ട്. ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു മാസത്തില് ഇതേ രീതിയിൽ എത്ര അപകടങ്ങൾ നടക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു നടപടി, കർശനമായിട്ടുള്ള എന്തെങ്കിലും ഒരു നടപടി ഇല്ലാതെ ഇങ്ങനെ കണ്ണടച്ചിട്ട് എന്ത് കാര്യമാണ്? എത്ര ജീവനുകൾ ഇനി പൊലിയും? ആരോടാണ് ഈ സങ്കടം പറയാ? നിങ്ങളൊന്ന് പറയും.